പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പശ്ചിമേഷ്യയിലെ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേവലം 3 കപ്പലുകൾ മാത്രമാണ് സഞ്ചരിച്ചത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുന്നു എന്ന് പറയുകയും അതിന് തൊട്ടു പിന്നാലെ ആ പാതയിലൂടെ സഞ്ചരിച്ച ചരക്ക് കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിൽ 2 ഇന്ത്യൻ പതാകകൾ ഏന്തിയ കപ്പലുകൾക്ക് നേരെയും വെടിയുതിർത്തു. അതിൽ ഇന്ത്യ അതിശക്തമായ പ്രതിഷേധം ഇറാൻ അംബാസഡറെ നേരിട്ട് തന്നെ അറിയിക്കുകയും ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് പാചകവാതക മേഖലയെ വലിയ തോതിൽ ആണ് പ്രതിസന്ധിയിൽ ആഴ്ത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സാഹചര്യം കൂടി. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഊർജ്ജ ആവശ്യങ്ങളും, അതായത് LPG ആകട്ടെ പെട്രോൾ ഡീസൽ എന്നിവയാകട്ടെ, ഇതെല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ ഉപഭോഗത്തിന് ആവശ്യമായിട്ടുള്ള LPGയുടെ 60% ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ഒരു പരിധിവരെയെങ്കിലും ഈ നയതന്ത്ര ചർച്ചകളിലൂടെ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് ഇത്തരം പ്രതിസന്ധികൾ ഏതു ഘട്ടത്തിലും ഉണ്ടാകാം എന്നതാണ്. അങ്ങനെ പ്രതിസന്ധി ഉണ്ടായാൽ ഒരു രാജ്യം, പ്രത്യേകിച്ച് 140 കോടിയിലേറെ ജനങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യം അതിനെ അതിജീവിക്കുക എന്നത് പ്രയാസകരമാണ്. മാത്രവുമല്ല, ഇന്ത്യയിലെ വലിയൊരു ശതമാനം ആളുകളും ഇപ്പോഴും ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് തന്നെയാണ്, LPG തന്നെയാണ് പാചകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നത് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് സർക്കാർ മറ്റു പോംവഴികളെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിൽ സർക്കാരിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എഥനോൾ എന്നത് ഇപ്പോൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായി വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ധവളപത്രം അധികം താമസിയാതെ തന്നെ കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുന്നിൽ എത്തും എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഈ LPGയിൽ നിന്ന് എഥനോളിലേക്ക് മാറി ചിന്തിക്കാനുണ്ടായ സാഹചര്യം എന്നതാണ് ഞാൻ വിശദീകരിച്ചതെങ്കിൽ, ഇനി കേന്ദ്ര സർക്കാർ എഥനോളിനെ എന്തുകൊണ്ട് പാചകത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നു എന്നതിലേക്കാണ് വിശദമായി കടക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് എഥനോൾ എന്നത് ഒരു ജൈവ ഇന്ധനം ആണ് എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നതെല്ലാം മണ്ണിനടിയിൽ നിന്ന് ഖനനം ചെയ്ത് എടുക്കുന്ന ഇന്ധനത്തിൽ നിന്ന് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുനരുൽപാദനം എന്നത് സാധ്യമല്ല. അതായത് ഭൂമിയിൽ കാലങ്ങളായുള്ള പെട്രോളിയം അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം കണ്ടന്റ് അത് എത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഉപയോഗിക്കാൻ മാർഗമില്ല. പക്ഷേ എഥനോളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല സാഹചര്യം. എഥനോൾ എന്നത് നിലവിൽ ഇന്ത്യയിൽ ചോളം, കരിമ്പ്, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നതാണ് എടുത്തു പറയുന്ന ഒന്ന്. അതോടൊപ്പം തന്നെ ഇത് ഒരു പുനരുപയോഗ സാധ്യതയുള്ള ജൈവ ഇന്ധനം ആണ് എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഈ കേടായ ധാന്യങ്ങളിൽ നിന്നും, ചോളത്തിൽ നിന്നും, അതോടൊപ്പം തന്നെ കരിമ്പിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതുകൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, എത്ര അളവിൽ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി എന്നതാണ്. ആ സാധ്യതയാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രിയ പ്രേക്ഷകരെ, ഈ എഥനോൾ എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഈ വാഹനപ്രേമികൾക്ക് അറിവുള്ളതാകും. കാരണം നമ്മുടെ പെട്രോളിലും ഡീസലിലും ഇപ്പോൾ തന്നെ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ അത് 10% മുതൽ 15% വരെയാണ് എഥനോൾ ഇപ്പോൾ ഈ പെട്രോളിൽ കലർത്തുന്നത് എന്നതാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ പെട്രോളിയം വാഹനങ്ങളുടെ എഞ്ചിൻ ക്ഷമതയെ ബാധിക്കുന്നു എഥനോൾ കലർത്തുന്നത് എന്നതൊക്കെ ഈ വാഹന രംഗത്ത് ഉള്ളവർ പറയുന്നതാണ്. അപ്പോൾ പെട്രോളിൽ ഇപ്പോൾ 10 മുതൽ 15% വരെ എഥനോൾ കലർത്തുന്നു. ഇനി അത് 20% ഉയർത്താം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതീക്ഷ. അത്തരം ചർച്ചകൾ ഒക്കെ നടക്കുകയാണ്. ഒരു പക്ഷേ വരും മാസങ്ങളിൽ എഥനോൾ എന്നത് ഈ 20% ഉയർത്തിയേക്കും എന്ന സൂചനകൾ ഉണ്ട്. ഇതിന് മാത്രമല്ല, ഇപ്പോൾ തന്നെ എഥനോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പെർഫ്യൂമുകൾ, അതോടൊപ്പം തന്നെ പെയിന്റുകൾ, ക്ലീനിങ് ഏജന്റുകൾ എന്നിവയിലെല്ലാം തന്നെ നിലവിൽ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെയാണ് ഇപ്പോൾ എഥനോളിൻ്റെ ഉപയോഗം നടക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിലവിൽ തന്നെ രാജ്യത്ത് ഏതാണ്ട് 1000 കോടി ലിറ്റർ എഥനോൾ അധികമായി ഉണ്ട് എന്നതാണ്. അതായത് നമുക്ക് ആവശ്യമായ എഥനോളിനേക്കാൾ
1000 കോടി ലിറ്റർ എഥനോൾ ആണ് രാജ്യത്ത് വിവിധ കമ്പനികളുടെ പക്കൽ ഉള്ളത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെട്രോളിലെ എഥനോളിൻ്റെ ഉപയോഗം 20% ഉയർത്തിയാൽ പോലും അതിന് വേണ്ടി വരുന്നത് ഏതാണ്ട് 350 കോടി 400 കോടി ലിറ്റർ മതി എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഈ എഥനോൾ എന്നത് ബാലൻസ് ആയി വരുന്നു എന്നതുകൊണ്ടാണ് ഈ എഥനോൾ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്നത് എഥനോളിൻ്റെ ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അതായത് LPG ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ LPGക്ക് വേണ്ട ചിലവ്, അതായത് LPG നിർമ്മിക്കുന്നതിന് വേണ്ട ചിലവിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഈ എഥനോൾ നിർമ്മിക്കാൻ സാധിക്കും എന്നതാണ് നമ്മൾ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയെങ്കിൽ അത് ഈ ഒരു പക്ഷേ LPGയേക്കാൾ കുറഞ്ഞ വിലയിൽ എഥനോൾ പാചകവാതകം അല്ലെങ്കിൽ പാചകത്തിന് ഉപയോഗിക്കാവുന്ന ഇന്ധനം എന്ന നിലയിലേക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ സൂചനകളായി വരുന്നത്. മറ്റൊന്ന്, ഈ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ലോകത്ത് തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കാർബൺ ബഹിർഗമനം എന്നത്. ലോകത്തിൻ്റെ പരിസ്ഥിതിയെ തന്നെ ബാധിക്കുന്നു, കാലാവസ്ഥയെ ബാധിക്കുന്നു. അങ്ങനെ കാർബൺ ബഹിർഗമനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ വിറക് കൊണ്ടുള്ള പാചകം, ചാണകവറളി കൊണ്ടുള്ള പാചകം, മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകം ഇതെല്ലാം കുറയ്ക്കണം എന്ന് സർക്കാർ നിർദ്ദേശിക്കുകയും അങ്ങനെ നമ്മൾ LPGയിലേക്ക് മാറുകയും ചെയ്തത്. പക്ഷേ യുദ്ധ കാലഘട്ടത്തിൽ നമ്മൾ ഇതിലേക്കെല്ലാം തിരികെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ LPGക്ക് പകരം ഒരു പക്ഷേ എഥനോൾ ഉപയോഗിച്ചാൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സാധിക്കും എന്ന വിലയിരുത്തൽ കൂടിയാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവേഗം ഈ എഥനോളിൻ്റെ ഉപയോഗം എന്നതാണ്. അതായത് ഞാൻ സൂചിപ്പിച്ചു, ഈ എഥനോൾ എന്നത് ഒരു ജൈവ ഇന്ധനമാണ്. അതിനുവേണ്ടി നമുക്ക് അസംസ്കൃത വസ്തുക്കളായി ഗോതമ്പും കേടായ ധാന്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ അത് കർഷകർക്ക് കൂടുതൽ വരുമാനത്തിന് ഇടം നൽകും. ഒരു പക്ഷേ എഥനോൾ ഉപയോഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം കാർഷിക മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും എന്നതാണ്. ഒപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചു, അതായത് LPGയുമായി താരതമ്യം ചെയ്യുമ്പോൾ എഥനോളിന് ഏതാണ്ട് ഉൽപ്പാദന ചെലവ് കുറയുന്നു. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്കും പണം കുറച്ചു നൽകിയാൽ മതി എന്നതാണ്. അതായത് 95% എഥനോളും ചെറിയ അളവിൽ വെള്ളവും അടങ്ങിയിട്ടുള്ള ഹൈഡ്രസ് എഥനോളിന് ഫ്യുവൽ ഗ്രേഡ് എഥനോളിനേക്കാൾ വില കുറവാണ് എന്നതാണ് കണക്കുകൾ. 1 കിലോഗ്രാം അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വാണിജ്യ LPGക്ക് 103 രൂപ നൽകണമെങ്കിൽ ഇതേ 1 കിലോഗ്രാം എഥനോളിന് 70 രൂപ നൽകിയാൽ മതി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ ഇത്തരത്തിൽ ഈ പാചകവാതകം LPGക്ക് പകരം എഥനോൾ ലഭിക്കുമ്പോൾ ഗാർഹിക ആവശ്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകൾ പോലെയുള്ള ആവശ്യങ്ങൾക്ക്, വലിയ ക്യാൻറ്റീനുകൾക്ക്, ഫാക്ടറികൾക്ക്, ഒപ്പം ഈ സ്ഥാപനങ്ങളിലെ ക്യാൻറ്റീനുകൾക്ക് അവയ്ക്കെല്ലാം തന്നെ ബൾക്കായി തന്നെ എഥനോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നതും ഒപ്പം വിലക്കുറവിൽ എഥനോൾ ലഭിക്കും എന്നതുമാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ എഥനോളിൻ്റെ ഒരു പോരായ്മ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഈ LPGയുടെ ഊർജ്ജശേഷി എന്നത് 12,000 കലോറി ആണ് എങ്കിൽ എഥനോളിൻ്റേത് 7,100 കലോറി ഊർജം എന്നതാണ് പുറത്തേക്ക് വിടാൻ സാധിക്കുക. വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകണമെങ്കിൽ, അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ LPG ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പാചകം ചെയ്യുന്നുവെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എഥനോൾ ഇതേ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കേണ്ടതായി വരും എന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് സാമ്പത്തികമായി ലാഭം എപ്പോഴും എഥനോൾ ഉപയോഗിക്കുന്നതാണ് എങ്കിലും ഈ കൂടുതൽ ഊർജം ആവശ്യമായി വരും എന്നതുകൊണ്ട് തന്നെ LPGയുടെ ഉപയോഗത്തെക്കാൾ എഥനോളിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും പാചകത്തിന് എന്നതാണ് ഇതിൽ ഒരു പോരായ്മയായി പറയുന്നത്. എങ്കിലും ഒരു രാജ്യം എന്ന നിലയിൽ ഈ വിദേശത്ത് നിന്നുള്ള LPGയുടെ അല്ലെങ്കിൽ ഊർജ ഇറക്കുമതി, അങ്ങനെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൽ എങ്ങനെ കുറവ് വരുത്താം എന്ന ചിന്തകൾ ഇപ്പോൾ രാജ്യത്ത് വളരെ ശക്തമായി തന്നെ നടക്കുകയാണ്. ഒരു പക്ഷേ ഇത്തരം യുദ്ധ സാധ്യതകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക, മറ്റേതെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും ഈ ലഭ്യത ഇല്ലാതാവുകയും നമ്മൾ വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യും. ആ പ്രതിസന്ധിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ തന്നെ കമ്പനികൾ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നടപടികൾ വേഗത്തിലാക്കും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.